കേരളത്തിലെ ഏറ്റവും അധികം സാഹസികത നിറഞ്ഞ ഏകദേശം 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിലേക്ക് ചേർന്ന് നടക്കാൻ കഴിയുന്ന ഒരു ട്രെക്കിംഗ് ട്രയൽ അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി എന്ന ശ്രേയസ്സും ഈ അഗസ്ത്യാർകൂടത്തിനുള്ളതാണ്. അഗസ്ത്യാർകൂടത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, വനവാസ കാലത്ത് ശ്രീരാമനും സംഘവും കഴിച്ചാൽ വിശപ്പ് മാറാത്ത അഗസ്ത്യപ്പച്ചയുടെ ഇല കഴിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ തന്റെ ഉയരത്തിൽ അഹങ്കരിച്ചു പോന്ന വിദ്യാപർവ്വതത്തിന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി സപ്തഋഷികളിൽ ഒരാളായ അഗസ്ത്യമുനി ഇവിടെ വന്ന് താമസിച്ചു പോന്നു എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ, അതായത് അഗസ്ത്യമുനിയുടെ ഈ ഇരിപ്പിടം കാണാൻ വേണ്ടി മകരവിളക്ക് ദിനത്തിൽ തുടക്കം കുറിക്കുന്ന ഈ ട്രക്കിങ്ങിനു വേണ്ടി ഭക്തിയും സാഹസികതയും ഒക്കെ നിറച്ച് ഒരുപാട് ആളുകൾ ഈ ട്രക്കിംഗ് ട്രയൽ വരാറുണ്ട്. ഈ വീഡിയോയിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന്റെ വിശേഷങ്ങളും അതിൽ കണ്ടുമുട്ടിയ കുറച്ച് മനുഷ്യരും അതിന്റെ അനുഭവങ്ങളും ഒക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അഗസ്ത്യാർകൂടം ട്രെക്കിനു വേണ്ടി ഗവൺമെന്റ് ഒരു ദിവസം 100 പേരെയാണ് അനുവദിക്കുക. ഇതിനു വേണ്ട ബുക്കിംഗ് നമ്മൾ മുന്നേ തന്നെ ഓൺലൈൻ വഴിയും അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയും എടുക്കേണ്ടതാണ്. ഒരു ദിവസം 70 പേർ ഓൺലൈൻ വഴിയും 30 പേർ ഓഫ്ലൈൻ വഴിയും ബുക്ക് ചെയ്തിട്ടാണ് ബോണക്കാടുള്ള ഈ ചെക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടത്. ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ്, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മുതലായവ സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നും പ്രഭാത ഭക്ഷണമോ ചെറുകടിയും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ ഏകദേശം 8 മണിയോടുകൂടിയാണ് ട്രെക്കിംഗ് ട്രയൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോണക്കാടുള്ള ഈ ചെക്കിംഗ് പോയിന്റിൽ ഏകദേശം 8 മണിക്ക് മുന്നേ എത്താൻ ശ്രമിക്കുക. 956. ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടം ട്രെക്കിംഗ്. എല്ലാവരും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോണക്കാടിലാണ്. അഗസ്ത്യാർകൂടം ട്രെക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇവിടെ. അപ്പോൾ ഏകദേശം 54 കിലോമീറ്റർ വരുന്ന ഒരു ട്രെക്കിംഗ് ട്രയൽ ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് അതിരുമല ക്യാമ്പിലേക്കാണ്. അവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത് 14 കിലോമീറ്റർ. ഇപ്പോൾ ഏകദേശം മണി 9 അടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് അതിരുമല ക്യാമ്പ് വരെ എത്തും. അപ്പോൾ യാത്ര തുടങ്ങാൻ പോവാണ്. ഡോക്യുമെന്റേഷന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ട്രെക്കിംഗ് ഗൈഡിന്റെ കൂടെ യാത്ര ആരംഭിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ. ഏകദേശം 9:30 അന്നേ ദിവസം ട്രെക്കിംഗ് ആരംഭിച്ചത്. ഈ ട്രെക്കിങ്ങിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 20 പേർക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ ഗവൺമെന്റ് നമ്മോടൊപ്പം ഒരാളെ അയക്കും. അദ്ദേഹം നമ്മോടൊപ്പം ഫുൾ കംപ്ലീറ്റ് ട്രെക്കിങ്ങിന്റെ ട്രെയിലിൽ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഓരോ ക്യാമ്പിൽ എത്തും തോറും ആളുകൾ മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ ക്യാമ്പിൽ നിന്നും അടുത്ത ക്യാമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഗൈഡ് മറ്റൊരാളായിരിക്കും. 2 വശത്തും ഇടതൂർന്ന മരങ്ങളുള്ള ഒരു ട്രെക്കിംഗ് പാത തന്നെയാണ് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിലേക്കുള്ളത്. അതായത് ഏകദേശം 6 കിലോമീറ്റർ യാത്രയ്ക്ക് അത്ര ബുദ്ധിമുട്ടുള്ള വഴിയൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കയറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ട്രെക്കിംഗ് അത്ര ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നുകയില്ല. ഇടയ്ക്കൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടിക്കാനും മുഖം കഴുകാനൊക്കെ വേണ്ടിയിട്ടും അരുവികളുള്ളത് ഏറ്റവും വലിയൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതുപോലെയുള്ള വാട്ടർ പാസുകൾ ഇടയ്ക്കുള്ള യാത്രയുടെ ക്ഷീണം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി അത്യധികം ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ ദിവസത്തെ യാത്ര ബാഗ് തൂക്കിയുള്ളതാണെങ്കിൽ പോലും അധികം ക്ഷീണം അനുഭവപ്പെടുകയില്ല. അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏരിയ പ്ലാസ്റ്റിക് നിരോധന ഏരിയയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ ഡെപ്പോസിറ്റ് നൽകേണ്ടതുണ്ട്. അതിനുശേഷം തിരിച്ചു വന്ന് പ്ലാസ്റ്റിക് കവറുകളുടെ എണ്ണം കൃത്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ പൈസ തിരികെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ ട്രെക്കിംഗ് ട്രെയിലിൽ ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും അനുവദനീയമല്ല. അതിരുമല ബേസ് ക്യാമ്പിൽ എത്തുന്നതിനു മുന്നേയായി 4 ചെറിയ ക്യാമ്പുകൾ ഇടയിലുണ്ട്. ലാത്തിമൊട്ട, കരമനയാർ, വാഴപ്പത്തിയാർ, അട്ടയാർ. ഈ
കാണുന്നത് അടുത്തൊരു ക്യാമ്പിന്റെ പോയിന്റ് ആണ്, അതായത് കരമനയാർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ഷീണമുള്ളവരൊക്കെ ഒന്നിറങ്ങി കുളിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഒന്നിലധികം റിവർ ക്രോസിംഗ് ഈ വഴിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ റിവറൊക്കെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇങ്ങനെ കയറുകെട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സാഹസികത നിറഞ്ഞുള്ള വഴികളാണെങ്കിൽ പോലും സേഫ്റ്റിക്ക് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യേണ്ടി വരില്ല. തുടക്കം തൊട്ട് തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഗൈഡിന്റെ ഡ്യൂട്ടി വരുന്നത് ഇവിടെ വരെ ആയിരുന്നു. കനി ഇവിടെ വരെയല്ലേ ചേട്ടന്റെ ഡ്യൂട്ടി വരുന്നത്? കാടിന്റെ ഒത്ത നടുവിലൂടെയുള്ള ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത് ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ അരുവികളും അവയിൽ മുഖം കഴുകുന്നതും തല കഴുകുന്നതും ഒക്കെ തന്നെയായിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ, നമ്മളെ പുണരാൻ കാത്തിരിക്കുന്ന മരങ്ങളുടെ ചുറ്റും നടക്കുന്നത് പോലെ അങ്ങനെ ഒരു ഫീലായിരുന്നു ഈ അഗസ്ത്യാർകൂടം യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒഴുകുന്ന പുഴയുടെ പേര് ചോദിച്ചപ്പോൾ ഇവിടെ വാഴപ്പഴന്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ പോയിന്റിന് പേരൊന്നുമില്ല, പക്ഷേ ഈ പുഴേനെ പറയുന്ന പേര് വാഴപ്പഴന്തി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള പോയിന്റാണ്. ഇവിടെ ഇറങ്ങിയ ആൾക്കാർ കുളിക്കും, റെസ്റ്റ് ബാക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ബാക്കി മൂവ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ 9:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രെക്കാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8 കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. എല്ലാവരും പറയുന്ന അത്ര ഡിഫിക്കൽട്ടീസ് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളാണ്. ജസ്റ്റ് ഒരു 2 റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഗേജ് കൊണ്ട് കയറുന്നതിൻ്റെ ഒരു ചെറിയ ഇടങ്ങേറുണ്ട്. പക്ഷേ അതും മാക്സിമം ലഗേജസ് കുറച്ചെടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ടോട്ടൽ അഗസ്ത്യാർകൂടത്തേക്ക് ഒരു 12.5 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളുടെ ബേസ് ക്യാമ്പിലേക്ക് ഇനിയുണ്ട്, അതായത് അതിരുമല ക്യാമ്പിലേക്ക് ഇനിയുണ്ട്. ഒരു 3 മണിയോളം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. സോ യാ, സ്റ്റേ ട്യൂൺഡ്. മുന്നോട്ടുള്ള യാത്രയിൽ അത്യാവശ്യം ഒഴുക്കുള്ള 1-2 വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ക്രോസ് ചെയ്ത് പോവാനുണ്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലൊക്കെ പൊതുവെ ആളുകൾ ഇറങ്ങി കുളിക്കാറുണ്ട്. അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് കാടിന്റെ നടുവിൽ. ഈ കാണുന്ന നദിക്കരയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. താഴെ നിന്നും പൊതിഞ്ഞ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കൂവയുടെ ഇലയിൽ പൊതിഞ്ഞു തരുന്ന വെള്ളരി ചോറും സാമ്പാറും രസവും ഉള്ളിത്തീയലും ഒക്കെ ചേർന്നിട്ടുള്ള നാടൻ ഭക്ഷണമാണ്. താഴെ നിന്നും ഏകദേശം 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പാഴ്സലാക്കി തരും. വാഷ്റൂം യൂസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ അട്ടയാർ എന്ന് പറയുന്ന ക്യാമ്പിൻ്റെ
ചെക്ക് പോസ്റ്റിൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ മാത്രമേ പിന്നീട് നമുക്ക് വാഷ്റൂം കിട്ടുള്ളൂ. അതെ, ബാഗിൽ നമുക്ക് പ്രോപ്പർ വാഷ്റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ എത്തണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് എവിടെയില്ല. അല്ലാന്നുണ്ടെങ്കിൽ വല്ല പാറയുടെയോ മരത്തിൻ്റെയോ ഒക്കെ അവിടെയായിട്ട് യൂസ് ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് പ്രോപ്പർ വാഷ്റൂം വരുന്നത് അട്ടയാറിലാണ്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. അട്ടയാറിൽ ഇവിടെ കാണുന്നതും ഒരു ചെക്കിംഗ് പോയിന്റ് ആണ്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ കാണിച്ച് വെരിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നേട്ടേക്ക് മൂവ് ചെയ്യാൻ. അട്ടയാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുൽമേടെത്തി. പുൽമേട്ടിലൂടെയുള്ള നടത്തം ആദ്യത്തെ കുറച്ചു നേരം നല്ല രസമാണ്. 4 ചുറ്റും പുൽമേടും കുറച്ച് മരങ്ങളും നല്ല കാറ്റുമൊക്കെ ഈ വഴിയുടെ പ്രത്യേകതയാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് മുന്നോട്ടുള്ള വഴികളിൽ കാണാൻ സാധിക്കും. കാരണം പുൽമേട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വലിയ കയറ്റമുണ്ടെന്ന് താഴെ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അടുത്ത ബുദ്ധിമുട്ട് ആ വഴി ക്രോസ് ചെയ്യുന്നതാണ്. മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു 4 പാടും ഉണ്ടായിരുന്നത്. ദേ ഈ കാണുന്ന കയറ്റത്തെ പറ്റിയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അത്രയധികം ക്ഷീണിതരായിട്ടായിരിക്കും ഇവിടെ വരെ എല്ലാവരും എത്തിച്ചേരുക. അതിനുശേഷം ലഗേജുമായി ഈ ഒരു കുത്തനെയുള്ള കയറ്റം കയറുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സാധിക്കായികയൊന്നുമില്ല. ദേ അങ്ങ് ദൂരെ ദൂരെ കാണുന്ന ആ അഗസ്ത്യാർ മലയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ഏകദേശം അതിരുമല ക്യാമ്പിനോട് അടുത്തേക്ക് എത്തി. ഇതാണ് ഏഴുമടക്കൻ തെറി ക്യാമ്പ്. ഇവിടെ നിന്നും ഇനി ഒരു ചോല കടക്കണം. അതിനുശേഷം അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത വഴികളാണ് അതിരുമല ക്യാമ്പ്. നമ്മുടെ കൂടെ ട്രെക്കിന് കൂടെ ഉണ്ടായിരുന്ന ടീമാണിത്. ഇവർ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു കാ? അവിടെ അവിടെ ഓക്കെ. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇനി മുന്നേക്കുള്ള വഴിയാണ് ബുദ്ധിമുട്ടെന്ന്. സോ നമുക്ക് നോക്കാം. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 13 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പുൽമേട്ടി എന്നുള്ളൊരു കയറ്റാണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഈ ട്രെക്കിലെ ഫസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് അതാണ്. ബാക്കിയൊക്കെ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ അത്യാവശ്യം ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നടന്ന് കയറാവുന്നേ ഉള്ളൂ. ഇതൊരു കയറ്റമായിരുന്നു. ഇനി ഒരു വലിയ കയറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 2 കിലോമീറ്റേഴ്സോളം നമുക്കിനി നടക്കാനുണ്ട്. അതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട് എന്നാണ് പറയുന്നത്. സോ ഇപ്പം അത്യാവശ്യം എല്ലാവരും ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. സോ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫസ്റ്റ് ഡേയിലെ പാർട്ട് ഇനിയാണ് വരാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കയറ്റത്തിൻ്റെ വഴി. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് ആസ് വെൽ. പാറകളാണ് മൊത്തം വരുന്നത്. ഈ പാറകൾ കയറിയിട്ട് മുകളിലേക്ക് എത്തണമെന്നേ തോന്നിയുള്ളൂ. വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ഈസിലി അത്യാവശ്യം ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് നമ്മൾ കയറി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സ്ട്രെയിറ്റ് റോഡാണ്. ഇതേ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വഴിയാണ്, ഈ സ്ട്രെയിറ്റ് വഴിയാണ് ഇനി പോകേണ്ടത്. പോയി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിലെത്തും. ഡിഫിക്കൽട്ടീസൊക്കെ കഴിഞ്ഞു. ഇനി കൂളായിട്ട് പോവാം. എന്താ പറയണ്ടേ, അവസാനത്തെ കയറ്റം ചെറിയൊരു പാടെന്ന് പറയാം. പറയുന്ന അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഒരു എന്താ പറയുക, ദിവസം ഒരു ഹാഫ് ആൻ അവർ നടക്കുന്നവർക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സിദ്ധവൈദ്യത്തിന്റെ ഉപജ്ഞാതാവെന്ന് വിശ്വസിക്കപ്പെടുന്ന അഗസ്ത്യമുനിയുടെ ഇരിപ്പിടമിരിക്കുന്ന ഈ അഗസ്ത്യാർകൂടത്തിൽ ഒരുപാടധികം ഔഷധ സസ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പുൽമേട് കഴിഞ്ഞുള്ള മുന്നോട്ടുള്ള വഴി അത്യധികം മനോഹരമായിരുന്നു. തിങ്ങി നിറഞ്ഞ ഉൾക്കാടിനുള്ളിലൂടെയുള്ള വഴി എന്നുപോലെ തന്നെ തോന്നിക്കും വിധം വളരെയധികം ഗഹനമായിട്ടുള്ള കാട് തന്നെയായിരുന്നു മുന്നേക്കുള്ള വഴി.
അപ്പോൾ ഫൈനലി ഫസ്റ്റ് ഡേയുടെ ഏകദേശം 14 കിലോമീറ്റർ, താഴെ നിന്നുള്ള 2 കിലോമീറ്ററോട് ചേർത്തിട്ടാണെങ്കിൽ 16 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ ഏറെക്കുറെ എത്തിയിരിക്കുകയാണ്. ഒരു 9:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പം ടൈം ഏകദേശം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ 3:30 ആയപ്പോഴത്തേക്കും നമ്മളെത്തി. നമ്മൾ പതുക്കെ സ്ലോലിയാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബേസ് ക്യാമ്പിൽ പോയതിന് ശേഷം റെസ്റ്റ് ബാക്കാണ് അവിടെ. നാളെ നമുക്ക് പോകേണ്ട വഴി ഇവിടുന്ന് മുകളിലേക്കാണ്. ഇന്നത്തെ ബേസ് ക്യാമ്പിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി ബേസ് ക്യാമ്പ്. ഇവിടെ കണ്ടോ, ഇവിടെ പ്രതിഷ്ഠയുടെ മുന്നിലായിട്ട് കുറച്ച് ചെരുപ്പുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് നമ്മുടെ കൂടെയുള്ള ഗൈഡ് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ ചെരുപ്പ് എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? ചെരുപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് കാല്, കൈ ഇതിനൊക്കെ ഇത് വേദനയാണോ ചെരുപ്പാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ നമ്മളിവിടെ നിന്ന് പറഞ്ഞു വിടും. അതേ രീതിയിൽ അവരിവിടെ കൊണ്ടുവരുമ്പോൾ അവർക്കത് പൂർണ്ണമായിട്ടും അത് വിട്ടുമാറി പോകണമെന്നുള്ള ലക്ഷണം അവർ കൊണ്ട് അതേപോലെയാണ് അവർ പിന്നെയും കൊണ്ടുവരുന്നത്. നമ്മുടെ ആദിവാസികളായിരുന്നാലും നമ്മളിതുവരെ നമ്മൾ മുകളിൽ പോകില്ല. നമ്മളെ സ്ത്രീകളെ ഉൾപ്പെടെ കൂടെയാണ് പോകുന്നത്. അഗസ്ത്യമുനി തന്നെ അദ്ദേഹത്തിന്റെ തന്നെ പ്രതിഷ്ഠയാണ്. കണക്കിൽ തന്നെയാണ് നമ്മളിവിടെ ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ താഴെയുള്ള ആദിവാസികളും എല്ലാവരും ഇവിടെ തന്നെയാണ് പൂജ ചെയ്യുന്നത്, മുകളിലേക്ക് പോവാറില്ല. പിന്നെ ആണുങ്ങൾ മാത്രമേ മുകളിലേക്ക്. അതെന്താ സ്ത്രീകൾ മുകളിലേക്ക് പോവാത്തത്? മാസം 20 കുളിപ്പുണ്ടെങ്കിൽ അവർ പോവില്ല. ഓക്കെ. പീരീഡ്സിന്റെ സമയത്ത് അവർക്ക് ഇവിടെ വരെ പ്രവേശനമുള്ളൂ. അല്ലാത്ത സമയത്താണെങ്കിൽ അവർക്ക് മുകളിലേക്ക് പോകാം. എന്നാലും പോവില്ല. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും പോവുള്ളൂ. അതായത് നമ്മൾ ശബരിമലയിലെ പോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമേ മുകളിലേക്ക് പോവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നതെല്ലാം ഇവിടെ ഈ താഴെ തന്നെയാണ്. അങ്ങനെ രാവിലെ 9:30 തുടങ്ങിയ നടത്തം ഏകദേശം 3:30 നമ്മൾ ക്യാമ്പിലെത്തി. ഫീമെയിൽ ഡോർമെട്രി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മെയിൽ ഡോർമെട്രി ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാത്റൂം ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ക്യാൻറ്റീനിലെ കൂപ്പണിന് വേണ്ടി ഇരിക്കുന്ന ആളാണ്. ഇവിടെ നിന്ന് കൂപ്പൺ എടുത്ത് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. കൂപ്പണിന്റെ ചാർജ് ഒക്കെ ഇവിടെ ഫിക്സ്ഡ് തന്നെയാണ്. ചായക്കും കാപ്പിക്കും 20 രൂപയും കടി കഴിക്കാനാണെന്നുണ്ടെങ്കിലും അതിനും 20 രൂപയാണ് കൊടുക്കേണ്ടത്. ക്യാമ്പിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റിയൊരു ചെറിയ പുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് തപ്പിയിട്ട് ഇറങ്ങിയേക്കാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇതാ അഗസ്ത്യാർമല കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നമ്മൾ നാളെ കയറാൻ പോകുന്നതിന് മുകളിലേക്കാണ്. സോ ദേ അങ്ങ് ദൂരെ കാണുന്ന ഈ അഗസ്ത്യ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് നാളെ നമുക്ക് കയറാനുള്ളത്. നടന്നു കയറി വന്ന ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാവരും ക്യാമ്പ് സൈറ്റിന് പിറകിലുള്ള ഈ പുഴയിൽ വന്ന് കുളിക്കാറുണ്ട്. വെറുതെ വന്ന് കാല് നനച്ചൊന്നിരുന്നാലും വളരെ സന്തോഷം. കുളിച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ 175 രൂപ നിരക്കിൽ നല്ല ചൂട് കഞ്ഞിയും പപ്പടവും പയറും അച്ചാറും ലഭ്യമായിരിക്കും ഇവിടെ. ഈ ഒരു ക്യാമ്പ് സൈറ്റ് വരെ സാധനങ്ങൾ എത്തിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയും അധികം നിരക്കുള്ളത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം അവരവർ ഉറങ്ങുവാൻ വേണ്ടി പോയി. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് നമ്മുടെ യാത്ര ആരംഭിക്കണം. പിറ്റേ ദിവസം അതിരാവിലെ 7 മണിക്ക് തന്നെ എല്ലാവരും അഗസ്ത്യമലയെ കീഴടക്കാൻ വേണ്ടി നടത്തം ആരംഭിച്ചു. ലഗേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്ര തുടക്കത്തിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയാണ് ഏറ്റവും സാഹസികത നിറഞ്ഞിട്ടുള്ളതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള വഴികൾ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് അഗസ്ത്യ മുനിയുടെ തന്നെ ചെറിയൊരു പ്രതിഷ്ഠയായിരുന്നു. മുന്നേക്കുള്ള വഴിയിൽ അത്യാവശ്യം ചെറുങ്ങനെയുള്ള കയറ്റങ്ങളും കുറച്ചു ദൂരം മുന്നേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കയറ്റങ്ങളുമുണ്ട്. രാവിലത്തെ തണുപ്പ് ചെറിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പതുക്കനെ തന്നെയാണ് നടന്നു തുടങ്ങിയത്. അഗസ്ത്യാർകൂട മലനിരകളെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യത്തിൽ ഒന്നെന്താണെന്ന് കരുതിയാൽ, ഹിന്ദുമതം അനുസരിച്ചിട്ട് ആദിദൈവമായ ഭഗവാൻ ശിവൻ ഭാര്യ പാർവതിക്ക് സിദ്ധവൈദ്യം ഉപദേശിച്ചു കൊടുത്തിരുന്നു. പാർവതിയിൽ നിന്നും മകനായ മുരുകനും അതുപോലെ തന്നെ മുരുകനിൽ നിന്നും അത് ഹൃദ്യസ്ഥമാക്കിയ നന്ദികേശൻ തന്റെ ശിഷ്യൻ അഗസ്ത്യമുനിക്ക് ഈ അറിവുകൾ പകർന്നു നൽകിയെന്നാണ് വിശ്വാസം.
അതുപോലെ തന്നെ ആയുർവേദം എന്ന 5-ാം വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന അഷ്ടാംഗ ഹൃദയം, ചരകം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും പറയുന്നതായ ഔഷധമാണ് അഗസ്ത്യ രസായനം. ആ പേര് അഗസ്ത്യ രസായനത്തിന് വന്നതിന് കാരണവും ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ദിവസത്തെ യാത്ര സത്യത്തിൽ പതിവിന് വിപരീതമായി വിചാരിച്ചതിലും അധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആദ്യ ദിവസത്തെ ക്ഷീണവും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കയറ്റം കൂടിയ പാറകൾ നിറഞ്ഞ വഴികളായിരുന്നു മുന്നോട്ടുള്ളത്. ആദ്യത്തെ 3-4 കിലോമീറ്റർ താണ്ടിയപ്പോൾ തന്നെ നല്ലപോലെ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. മുകളിലേക്ക് കയറും തോറും അഗസ്ത്യമലയുടെ ഭംഗി 4 ചുറ്റുമുള്ള മറ്റു മലനിരകളുടെ ഭംഗിയും ഒരുപോലെ എടുത്തു കാണിക്കുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല വളരെയധികം തെളിഞ്ഞ കാലാവസ്ഥയുമായിരുന്നു. അഗസ്ത്യമലയുടെ ചെരുവിൽ തന്നെയാണ് പൊങ്കാലപ്പാറയുള്ളത്. ഇവിടെ വിശ്വാസമനുസരിച്ച് വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കാനായി വരാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. മകരവിളക്ക് ദിനത്തിലാണ് അഗസ്ത്യാർകൂടത്തേക്ക് തീർത്ഥാടകർ വരുന്നത്. ഈ തീർത്ഥാടകരുടെ വരവ് ശിവരാത്രി വരെ ഉണ്ടാവുകയും അന്നത്തെ ദിവസത്തെ ഉത്സവത്തോടുകൂടി തീർത്ഥാടകർ പിന്നീട് ഇങ്ങോട്ട് വരൽ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുകയുമാണ് ചെയ്യുന്നത്. പൊങ്കാലപ്പാറ കയറുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ കയറുകളോ പിടിച്ചു കയറേണ്ട അവസ്ഥയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായ കാഴ്ചകളും നല്ല കാറ്റും കൊണ്ട് വളരെ സമാധാനത്തോടു കൂടി തന്നെയായിരുന്നു പൊങ്കാലപ്പാറ കടന്ന് മുകളിലേക്ക് കയറിയത്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ ക്ഷീണം അനുഭവപ്പെടും. എന്നിരുന്നാലും അഗസ്ത്യമലയുടെ നെറുകയിലെത്താനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് തന്നെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6879 അടി ഉയരത്തിലാണ് അഗസ്ത്യാർകൂടം എന്ന മല സ്ഥിതി ചെയ്യുന്നത്. ഈ കാടിനുള്ളിൽ, അതായത് അഗസ്ത്യാർകൂടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഈ വനപ്രദേശത്തിൽ ഒരുപാടധികം ഔഷധ സസ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ പീക്കിൽ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 2 റോപ്പ് വേയും കൂടെയാണ് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സീനറി കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സ്കൈ ക്ലീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ. യാ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ
വ്യൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ സെക്കൻഡ് ഡേ ട്രക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്, അതായത് കുത്തനെയുള്ള കയറ്റാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ സമാധാനത്തിൽ ഇരുന്ന് കയറിയാൽ മതി. ആൻഡ് ദ വ്യൂ ഈസ് അമേസിങ്. അഗസ്ത്യാർകൂട മലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും സാഹസികത നിറഞ്ഞത് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തിന് ശേഷമുള്ള 1-2 കയറിൽ പിടിച്ചുള്ള കയറ്റമാണ്. ഇത് ഈ ലാസ്റ്റ് റോപ്പ് ഇത് കുത്തനെയുള്ള പാറയിൽ കയറിൽ പിടിച്ചിങ്ങനെ കയറാൻ ഉയരം പേടിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഈ സാഹസികതയിലും ഒരു രസമുണ്ട്. മാത്രമല്ല ഇപ്രാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ 5 മല, അതായത് ആ മലയുടെ മുകളിൽ 5 പീക്കുകൾ ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വളരെ വൃത്തിക്ക് കാണാൻ പറ്റി. അതും ഈ യാത്രയുടെ മതിപ്പ് കൂട്ടുകയാണ്. എല്ലാത്തിനുമുപരി അഗസ്ത്യാർ മലയുടെ മുകളിൽ നിന്ന് കൊള്ളുന്ന ഒരു കാറ്റ്, അതിൻ്റെ ഭംഗി, അതിൻ്റെ കുളിര്, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള അനുഭവം തന്നെയാണ്. ഈ അഗസ്ത്യാർ മലയുടെ നെറുകിൽ നിങ്ങൾക്ക് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടെ ആചാരങ്ങളും ഉത്സവവും നടക്കാറുമുണ്ട്. ഈ അഗസ്ത്യാർ മുനിയുടെ ഇവിടുത്തെ ഇരിപ്പിടത്തെ പറ്റിയിട്ടും അതിന് പിന്നിലുള്ള കഥയെ പറ്റിയിട്ടുമൊക്കെ ചേട്ടൻ പറയുന്നത് കേട്ടു നോക്കൂ. ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠ വരാൻ കാരണം പണ്ടത്തെ ചരിത്രം ഞാൻ കേട്ട് കഴിക്കുകയാണ്. പണ്ടത്തെ ചരിത്രം പറഞ്ഞത് ശിവപാർവതി ഒരു കല്യാണം, ഈ കല്യാണം നടക്കുന്ന ഹിമാലയത്തിൽ കല്യാണം നടക്കുമ്പോഴത്തേക്കും ഈ ദേവന്മാരെ കല്യാണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദേവന്മാരെയും വടക്ക് സൈഡിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥയിൽ വ്യത്യാസം വരും. അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഭൂമി അവിടെ താഴ്ന്നും ഇവിടെ പൊങ്ങി വരും. പക്ഷെ ഇതിന് ഏകപ്പെട്ട ഒരാൾ അഗസ്ത്യർ എന്നുള്ള പുള്ളി സിദ്ധനാണ്. മരുന്ന്, മന്ത്രം, മർമ്മം, ഇതിൻ്റെ 3-ൻ്റെയാണ്. അങ്ങനെ പുള്ളിയെടുത്ത് ശിവൻ പറയുമെന്നാണ് പറയണത്, കിഴക്കോട്ട് പോകണം, ഇവിടെ വന്നിങ്ങനെ കിട്ടുന്നത്. അപ്പോൾ കല്യാണം കാണണമെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഇപ്പം ഇവിടെ നമ്മൾ കണ്ട് ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്തെല്ലാം പുള്ളി അവിടെയും കാണാൻ പറ്റും. ആളിവിടെ ഉണ്ടാവും, എന്നാൽ നമുക്ക് അതേപോലെ കാണാൻ പറ്റും എന്നതാണ് ചരിത്രം. അങ്ങനെയാണ് ഇവിടെ വരാൻ കാരണമായതും. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ആയുർവേദത്തിൻ്റെ കലവറയാണ്, മെഡിസിനൊക്കെ ഉള്ള സ്ഥലം. പുള്ളി ഇവിടെ വൈദ്യ ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള ഏകത്തിൽ ആണ് പറയുന്നത്. ശരിക്കും ഞാനും കേട്ട് കഴിക്കുകയാണ്. ശരി. ആൻഡ് ഫൈനലി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഗസ്ത്യാർകൂടം പീക്കിലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഭയങ്കര കാറ്റാണ്. ആ കാറ്റ് കാരണം ഓഡിയോ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓസം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ 5 പീക്സ് ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത അസാധ്യമായിട്ടുള്ള കാറ്റാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. എത്ര നേരം നിന്ന് കഴിഞ്ഞാലും പഠിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അഗസ്ത്യാർകൂടം വന്നിട്ട് ഈ കാറ്റൊന്ന് കൊള്ളണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് പറയുന്നതിന് വലിയ അർത്ഥമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗീവ് എ ട്രൈ. അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പ്രൈവറ്റ് ബുക്കിംഗ് എടുത്തിട്ടോ അതല്ലെങ്കിൽ ഗവൺമെൻറ് ബുക്കിംഗ് എടുത്തിട്ടോ ഒക്കെ ഒരു പ്രാവശ്യം അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരെ ബക്കറ്റ് ലിസ്റ്റിൽ വരേണ്ട ഒരു പ്ലേസാണ്. താങ്ക് യു.